ഹലോ ഗൈസ്, സുഗമോദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ കാട്ടൂരാൻ രണ്ടും കൽപ്പിച്ചാട്ടോ. നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല ആള് നമ്മുടെ ചന്ദ്രോത്ത് വീടിന്റെ ആ ഒരു ഫുൾ സ്വത്തുക്കളും വേണമെങ്കിൽ തേവർക്കാട്ട് വീടും അവരുടെ സ്വത്തുക്കളും വരെ നമ്മുടെ ചന്ദ്രോത്തുകാർക്ക് തിരികെ മേടിച്ചു കൊടുക്കുന്ന ഒരു അടിപൊളി വക്കീല് തന്നെയാണല്ലേ. നമ്മുടെ പ്രഭാവതിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ, ഒന്നല്ലെങ്കിൽ അവർ ഒത്തുതീർപ്പിന് വരും, അല്ലെങ്കിൽ അവർക്ക് കീഴടങ്ങിയേ നിവർത്തി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ തനുജയും ത്യാഗരാജനും ഒക്കെ ഭയങ്കര കട്ടക്കലിപ്പിലാണ്. അപ്പൊ തനുജ ത്യാഗരാജനോട് പറയുന്നുണ്ട്, ആ സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് തേവർക്കാട്ട് വന്ന് കുടികുത്തി ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്, എന്നാലും ഇവിടെ നിന്നും ആരും അനങ്ങത്തൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ത്യാഗരാജനെ നമ്മുടെ തനുജ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ ത്യാഗരാജൻ പറയുന്നത്, നീ നോക്കിക്കോ, ഞാനങ്ങനെ വെറുതെ ഇരിക്കത്തൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നന്ദൻ കാറിന് പോകുന്നതും കാണാം. നേരത്തെ കുറെ ഗുണ്ടകളില്ലേ പ്രേക്ഷകരെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗുണ്ടകൾ ഒരു കോമഡിക്കാരായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാല് അവരെ കാണുമ്പോൾ ശരിയാ വരുന്നത്. ഇപ്പൊ ആ ഗുണ്ടകൾ വന്നിട്ട് നമ്മുടെ നന്ദനെ പിടിച്ചുകൊണ്ട് പോകാൻ വീണ്ടും ഒരു ശ്രമം നടത്തുന്നുണ്ട്. നമ്മുടെ ആ ഒരു ബോസ് പറഞ്ഞ പ്രകാരം ഇപ്പൊ ഒരു പുതിയ ശത്രു വന്നിട്ടുണ്ടല്ലോ നമ്മുടെ പ്രഭാവതി. ആ ബോസ് നമ്മുടെ ത്യാഗരാജനോട് പറഞ്ഞത് പ്രകാരം നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ നന്ദനെ വീണ്ടും ഇതിക്ക് മുമ്പ് കിഡ്നാപ്പ് ചെയ്തതുപോലെ കിഡ്നാപ്പ് ചെയ്യാൻ ഉള്ള ഒരു ശ്രമത്തിൽ തന്നെയാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ കൂട്ടുകാരെ? നമ്മുടെ എസ്സപ്പാൻ വീണ്ടും ഇറങ്ങേണ്ടി വരുമോ അല്ലേ? കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.